ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഡിവിഷൻ പ്രഭാത സംവാദത്തിന്റെ 272 എപ്പിസോഡിലാണ് നാം എത്തി നിൽക്കുന്നത്. വൈദ്യശാസ്ത്രത്തിന്റെ കാരുണ്യ വഴികളിലും മനുഷ്യ മനസ്സുകളെ ഉണർത്തുന്ന പരിശീലന രംഗത്തും ഒരുപോലെ തനതായ മുദ്ര പതിപ്പിച്ച പ്രതിപാദനായ ഒരു വ്യക്തിത്വത്തെയാണ് നാം ഇന്ന് ഡിവിഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഡോക്ടർ ഹരീഷ് കുമാർ എച്ച്. MG സർവകലാശാലയിൽ നിന്നും 2ാം റാങ്കോടെ ഹോമിയോപ്പതിക് ബിരുദം നേടിയ അദ്ദേഹം കഴിഞ്ഞ 23 വർഷമായി ഹരിശ്രീ ഹോമിയോപ്പതിയിലൂടെ സൗഖ്യത്തിന്റെ ദൂതനായി മുന്നോട്ട് പോകുന്നു. മികച്ച ഒരു ഡോക്ടർ എന്നതിനൊപ്പം കൗൺസിലിംഗിലും അതുപോലെ തന്നെ ട്രാൻസാക്ഷണൽ അനാലിസിസിലും വൈദഗ്ധ്യം നേടിയ ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. JCIയുടെ നാഷണൽ ട്രെയിനർ പദവി അലങ്കരിക്കുന്ന അദ്ദേഹം 1000-ലധികം പരിശീലന ക്ലാസുകളിലൂടെ അനവധി ജീവിതങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട്. ഇന്ന് ഡിവിഷന്റെ ഈ വേദിയിൽ തോൽവികളെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കാം എന്ന് നമ്മെ ചിന്തിപ്പിക്കാൻ ഹൗ ടു ഫെയിൽ സക്സസ്ഫുള്ളി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നത്. പ്രിയപ്പെട്ട ഡോക്ടർ ഹരീഷ് കുമാർ സാറെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, കൂടാതെ ടീം ഇൻചാർജ് ഹസ്ന മാഡം തുടങ്ങി മുഴുവൻ ഇതിന്റെ അണിയറ പ്രവർത്തകരെയും പാർട്ടിസിപ്പൻസിനെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിനായി ഡോക്ടർ ഹരീഷ് കുമാർ സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. താങ്ക് യു. ക്ലിയർ ആണല്ലോ അല്ലെ? വോയിസ് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഓക്കെ. മോസ്റ്റ് റെസ്പെക്ടഡ് പ്രോഗ്രാം ഡയറക്ടർ ഓഫ് ഡിവിഷൻ മിസ്സസ് നൂസിയ ഷൗക്കത്ത്, ഹസ്ന ഖാദർ, സലീം നലാഖത്ത്, എല്ലാവരോടും ഈ വെബ് പേജിൽ വന്നിട്ടുള്ള വെബ് റൂമിൽ വന്നിട്ടുള്ള എല്ലാ 80 പാർട്ടിസിപ്പൻസിനോടും ഗുഡ് മോർണിംഗ്. ഈ ഒരു അവസരം തന്നതിൽ നൂസിയ ഷൗക്കത്തിനോടുള്ള നന്ദി ആദ്യമേ അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കാണാലോ അല്ലെ? Yes. ഓക്കെ, റൈറ്റ്. നമ്മൾ കാലങ്ങളായിട്ട് ഒരുപക്ഷെ എല്ലാ എന്താ പറയാ SSLC പരീക്ഷകൾ അല്ലെങ്കിൽ +2 പരീക്ഷകളുടെ ഒക്കെ റിസൾട്ട് കഴിയുമ്പോൾ വളരെ സന്തോഷമുള്ള വാർത്തകളുടെ ഒപ്പം തന്നെ അതിനോട് കണക്ട് ചെയ്ത പലപ്പോഴും നമ്മൾ ചില ദുഃഖ വാർത്തകൾ കേൾക്കാറുണ്ട്. ചെറിയ പരീക്ഷ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പാസ്സായില്ല, പല പല റീസൺസ് കൊണ്ട് സൂസൈഡ് ചെയ്യുന്ന ഒത്തിരി വ്യക്തികളെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്. എത്രയോ കുട്ടികൾ ഇപ്പൊ നമ്മള് മുൻകാലങ്ങളിൽ കണ്ടതിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞൊരു 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ കൂടുതലായിട്ട് ഡിപ്രഷൻ കേസസ്, നമുക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ കേസസ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കൂടുതൽ അറിയാനും പറ്റുന്നുണ്ട്. പലപ്പോഴും ഇതിനെല്ലാം കാരണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫെയിലിയേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിന്റെ പേരിന് ഇട്ടത് ഹൗ ടു ഫെയിൽ സക്സസ്ഫുള്ളി. കാര്യം ജീവിതത്തിൽ എല്ലാവരുടെയും കാര്യത്തിൽ ഉറപ്പുള്ള ഒരു കാര്യമാണ് ഫെയിലിയർ. സക്സസ് എല്ലാവർക്കും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ ഫെയിലിയർ ഉണ്ടാകും എന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഗ്യാരണ്ടീഡ് ആണ്. ലൈഫ് ജനിച്ചാൽ മരണം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും തോൽവികളിലൂടെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ നമ്മൾ നിലത്ത് വീണിട്ടുണ്ട്, അവിടെ നിന്നാണ് പിന്നെ എണീറ്റിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഏതൊരു വ്യക്തിയും മിനിമം ഒരു തവണയെങ്കിലും ജീവിതത്തിൽ തോറ്റുപോയിട്ടുണ്ടാവും, അതൊരു സംശയമില്ലാത്ത കേസാണ്. അപ്പോ എങ്ങനെ ഈ ഫെയിലിയേഴ്സ്, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഞാൻ ബേസിക്കലി എന്റെ ട്രെയിനിങ്ങിലെല്ലാം തന്നെ എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ പറയുകയാണ് എനിക്കിഷ്ടം. കാര്യം അപ്പോൾ ഒരു പുതുമയുണ്ടാവും, ഒരു സത്യസന്ധത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ മോള്, എനിക്ക് ഒരൊറ്റ മോളാണുള്ളത്. ആള് ഒരു ഏകദേശം 8ാം ക്ലാസ്സിൽ വെച്ചതാണ്. ആള് ബേസിക്കലി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ 8ാം ക്ലാസ്സിൽ എനിക്കൊരു ഡിസംബർ സമയത്തുള്ള എക്സാം ആണ്. 8ഓ 9ഓ, അതെനിക്ക് കൃത്യം ഓർമ്മയില്ല. 8ലോ 9ലാണ്
ഒരു ഡിസംബർ സമയത്തുള്ള ഒരു എക്സാമിൽ വെച്ചിട്ട് മാത്തമാറ്റിക്സിൽ തോറ്റു. അപ്പൊ ആളുടെ ഫസ്റ്റ് ഫെയിലിയർ ആണ്. ഒരു അക്കാഡമിക് ലെവലിൽ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫെയിലിയർ ആണ്. ഇനീഷ്യലി നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനായ കാര്യം, അടുത്ത വർഷത്തോളം 10ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്, നാച്ചുറലി ഉണ്ടാകുന്ന ടെൻഷനുണ്ട്. വലിയ റാങ്ക് വാങ്ങണം എന്നൊന്നും ഞാൻ ഒരിക്കലും എന്റെ കുട്ടികളുടെ അടുത്ത്, മോളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പാസ്സാകുക എന്നുള്ള വളരെ മിനിമം ആയിട്ടുള്ള കാര്യമുള്ളത്. നല്ല ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുക. ആഹ് 10ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് 1991 ഞാനും വൈഫും ഒക്കെ SLC ചെയ്തപ്പോൾ വൈഫിന് 100-98 എനിക്ക് 100-99 ഉണ്ടായിരുന്നു. ആ ഞങ്ങളുടെ മകൾ മാത്സിൽ തോറ്റു എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നമ്മുടെ ഉള്ളിൽ ട്രെയിനർ ഉണ്ടല്ലോ, അപ്പൊ ദേഷ്യവും സങ്കടമൊക്കെ വന്നെങ്കിലും ഇവള് വന്ന് ഇത് വാർത്ത നമ്മുടെ അടുത്ത് വീട്ടിൽ വന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ ദേഷ്യം വന്നെങ്കിലും നമ്മുടെ ഉള്ളിലെ ട്രെയിനർ ഉണർന്നു. വർഷങ്ങളായിട്ട് JCI മെമ്പറാണ്. അപ്പൊ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ലോകത്തെ കാണുക എന്നുള്ളതുകൊണ്ട് അവളോട് തോന്നിയ സാരില്ല മോളെ, നമുക്ക് ചെയ്തെടുക്കാം, ഇതൊക്കെ ജീവിതത്തിൽ ഭാഗമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, അതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമുള്ള മോട്ടിവേഷനും ഉപദേശവും കൊടുത്ത സമയത്ത് അവൾ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്ക്, അച്ഛന്റെ ട്രെയിനിങ്ങിൽ മുന്നിലിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. എനിക്ക് ഇപ്പൊ ഇതൊന്നും സംസാരിക്കാനോ കേൾക്കാനോ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല. ഒന്ന് എന്നെ വിട്ടേക്കാം, എന്നെ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് വിടാമോ എന്നാണ് അവള് ചോദിച്ചൊരു ചോദ്യം. ഈ ഒരു ടോണിലൊന്നല്ല, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാലും എങ്ങനെ റിയാക്ട് ചെയ്യുമോ കുട്ടികൾ, ആ ഒരു രീതിയിലാണ് എന്റെ മോൾ ആ സമയത്ത് റിയാക്ട് ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ റൈറ്റ്, ഒരു ഒരു 4-5 1-2 ദിവസം, മേ ബി ഒരു ഹാഫ് ഒരു 1 or 2 hours നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, ലെറ്റ് ഹെർ ടേക്ക് ടൈം, അവർക്കൊന്നും അതൊന്നും ഉൾക്കൊള്ളാനുള്ള സമയമുണ്ടല്ലോ. അതൊരു 2-3 ഡേയ്സ് ഞാൻ ഒബ്സർവ് ചെയ്തു. ആദ്യത്തെ ദിവസം ഭയങ്കര ഡള്ളായിരുന്നു, 2ാം ദിവസം കുറച്ചും കൂടി ബെറ്റർ ആയി, ഒരു 3-4 ദിവസമൊക്കെ ആയപ്പോൾ ഷീ വാസ് ഓക്കെ ടു ടോക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നതായിരുന്നു. ഇതിനെ കുറിച്ച് ഞങ്ങൾ ആ 2-3 ദിവസം സംസാരിച്ചില്ല. ആകെ ഒരു വാക്ക് ഞാൻ പറഞ്ഞത്, ഇവള് ഈ ഒരു രീതിയിൽ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, പക്ഷെ എന്ത് തന്നെയാണേലും മോളെ നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാം, നീ ധൈര്യമായിരിക്കും എന്ന് ഒറ്റ വാക്ക് മാത്രം പറഞ്ഞിട്ട് അത് വിട്ടു. ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് അവൾ അതിന് ഓക്കെ ആണ്, ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു മാനസികാവസ്ഥയ്ക്ക് എത്തിയെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചു. ഞാനും വൈഫും മോളും കൂടി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എന്താണ് എന്റെ പ്രശ്നം, എന്താണ് ബുദ്ധിമുട്ട്. കാര്യം ഞങ്ങൾ തുടക്കം പോലെ ശ്രദ്ധിക്കുന്നുണ്ട്, അവൾക്ക് മാത്തമാറ്റിക്സ് എക്കാലത്ത് ഒരു ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഒരു തോൽവിയിലേക്ക് പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. അതും എസ്പെഷ്യലി 10ാം ക്ലാസ് പോലെ ഒരു പരീക്ഷയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അവള് പറഞ്ഞ, അച്ഛാ എനിക്ക് മാത്തമാറ്റിക്സ് അറിയാണ്ടല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് ആ കോൺസെപ്റ്റിന്റെ തലയിൽ കയറി. എനിക്കൊരു ബേസിക്കലി മെന്റൽ മാത്സ് ഭയങ്കരമായിട്ട് വീക്കാണ്. അത് ഞങ്ങൾക്ക് അറിയാം. കാര്യം നമുക്ക് പല കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് മനസ്സിൽ കൂട്ടേണ്ട കാര്യത്തിന് അവൾക്ക് കയ്യിൽ കൂട്ടണം, കയ്യിൽ കൂട്ടി ചെയ്യാവുന്ന കാര്യത്തിന് അവൾക്ക് പേപ്പറിൽ എഴുതണം. അങ്ങനെ അവളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്റലക്ച്വൽ ആണ്, പക്ഷെ മാത്സിന്റെ കാര്യത്തിൽ, മെന്റൽ മാത്സിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് വീക്കാണെന്നുള്ളത് ഞങ്ങൾക്ക് പണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളോട് എനിക്ക് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി വരും, പക്ഷെ മനസ്സിലായി കഴിഞ്ഞാൽ ക്ലാസ്സിൽ തന്നെ എനിക്ക് കുറച്ചു നേരം എടുക്കും മനസ്സിലായാൽ തന്നെ ഇത് ഒരു എക്സാം ലെവലിലേക്ക് എത്തുമ്പോൾ ഇത് എനിക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് ഇത് ആൻസർ ചെയ്ത് വരുമ്പോഴേക്കും എന്റെ സമയം പലപ്പോഴും മതിയാവാണ്ട് വരും. പലപ്പോഴും ബാക്കിയുള്ള കുട്ടികളൊക്കെ ഫുൾ ആയിട്ട് എഴുതുമ്പോൾ എനിക്ക് എഴുതി വരുമ്പോഴേക്കും എങ്ങനെ പോലും 2-3 ക്വസ്റ്റ്യൻ എനിക്ക് ബേസിക്കലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല മാത്തമാറ്റിക്സിൽ എന്നുള്ളൊരു പ്രശ്നം അവള് പണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഒന്നും കൂടി അവള് ഊന്നി പറഞ്ഞു. നാച്ചുറലി ശരിയാണ്, 3-4 ക്വസ്റ്റ്യൻസ് പോയി എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നല്ലൊരു ശതമാനം മാർക്ക് പോയി. പിന്നെ ഒരു 1-2 ക്വസ്റ്റ്യൻ തെറ്റും കൂടി ചെയ്താൽ നാച്ചുറലി ഒരു ഹൈ റിസ്ക് ഓഫ് എലമെന്റ് ഉണ്ട് അവിടെ. അപ്പൊ ഓക്കെ, കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി എന്താ ഒരു ഓപ്ഷൻ, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചപ്പോൾ അവള് പറഞ്ഞു, ടീച്ചറോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ടീച്ചറായിട്ട് സംസാരിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞത്, ഒരു ആഴ്ചയിൽ 2 ദിവസം ഈവനിങ് ക്ലാസ് ഒരു എക്സ്ട്രാ 1 hour അവിടെ സ്കൂളിൽ തന്നെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾ പിക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ടീച്ചറുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടി. പിന്നെ വീക്കെൻഡ്സിൽ ഒരു ട്യൂഷനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഓക്കെ ഞാൻ പോവാം, ഇപ്പോഴത്തെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് അവളും പറഞ്ഞു. അങ്ങനെ ആ 2 ഡിസിഷനിലേക്ക് എത്തി. സ്കൂളിൽ നിന്നുള്ള ആഫ്റ്റർ സ്കൂൾ സെഷനും ട്യൂഷനും, അഡീഷണൽ ട്യൂഷൻ. കാര്യം അത്രയും നാൾ അവൾ ഒരു സബ്ജക്റ്റിനും ട്യൂഷന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് ട്യൂഷനും അറേഞ്ച്മെന്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ാമത്തെ പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അവള് ഈ നമ്മൾ പറയുന്ന മോട്ടിവേഷൻ ശരിക്കും കൊടുത്തു. വെച്ചാൽ നീ ധൈര്യമായിട്ടിരിക്കും, ഇതൊക്കെ ഭാഗമാണ്, ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഈ പറയുന്ന നമ്മൾ പൊതുവെ ട്രെയിനേഴ്സ് എല്ലാം ചെയ്യുന്ന ഒരു സോപ്പോളുടെ മോട്ടിവേഷൻ പാർട്ടെല്ലാം അതിനുശേഷം അവളോട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം അവള് 9th ക്ലിയർ ആയി, 10th ക്ലിയർ ആയി. അവൾ 10th എനിക്ക് തോന്നുന്നു SLC മാർക്ക് കുറഞ്ഞ മാത്സിലാണ്, പക്ഷെ അറൌണ്ട് 70% മാർക്ക് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആള് പോയി. ഇന്നിപ്പോ അവള് ആ സമയത്ത് തന്നെ എന്നോട് അച്ഛൻ എന്ന് പറഞ്ഞു, അച്ഛൻ എന്നെ ഒരു കാരണവശാലും ഇനി മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ അതിനനുസരിച്ചുള്ള ഏതെങ്കിലും കോഴ്സ് ആയിരിക്കും, എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളതായിരിക്കും. ഞാൻ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ ഡോക്ടറാണ്, വൈഫ് എഞ്ചിനീയറാണ്, അതുകൊണ്ട് നിന്നെ ആ ഫീൽഡിൽ തന്നെ വേണം, ഞങ്ങൾ ഒരു നിർബന്ധം പിടിക്കില്ല, നിനക്ക് എന്താണോ പറ്റുന്നത്, നിനക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്താണോ, നിനക്ക് പാഷൻ എന്താണോ അത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു.
അതിന് 10ാം ക്ലാസ് കഴിഞ്ഞ് അവള് ഹ്യൂമാനിറ്റീസ് എടുത്ത ശേഷം പറഞ്ഞു എനിക്ക് സൈക്കോളജിയാണ് എനിക്ക് ഇഷ്ടം, ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, അവള് CUET എക്സാം എഴുതി, BSc സൈക്കോളജി ഓണേഴ്സ് 3 വർഷം കഴിഞ്ഞ് ഇനിയിപ്പോൾ 1 വർഷം കൂടിയുണ്ട്. അവൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇത് അവളുടെ ഭാഗം, ഇനി അവൾ അവളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോട്ടെ. ഞാനത് പറഞ്ഞത് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ ടു ഹാൻഡിൽ എ ഫെയിലിയർ എന്നുള്ളതിന്റെ ഒരു എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നത്. ഒരു ക്രൈസിസ് മൊമെന്റിൽ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈസിസ് മൊമെന്റിൽ നടന്നൊരു കാര്യം. ഇത് നടന്ന സംഭവം. പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇല്ലെങ്കിൽ ഞാൻ ആലോചിച്ച ഇതിനെ ഞാൻ അനലൈസ് ചെയ്തതിനു ശേഷം എന്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ് ഈ ഹൗ ടു ഫെയിൽ സക്സസ്ഫുള്ളി എന്നുള്ളത്. എങ്ങനെ ആ ഫെയിലിയർ എന്നുള്ള ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഞാനൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇപ്പൊ ഈ കേസിൽ തന്നെ നോക്കാം, അല്ലെങ്കിൽ ഏത് കേസിലും ഒരു ഫെയിലിയർ ആയിട്ട് ഒരാള് നിൽക്കുന്ന സമയത്ത്, അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഭയങ്കരമായുള്ള മോട്ടിവേഷനോ ഇല്ലെങ്കിൽ തിരിച്ച് ദേഷ്യപ്പെടലോ ഭയങ്കരമായുള്ള നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ അവരുടെ അടുത്ത് കാണിക്കലോ ആ രീതിയിലുള്ള ഒരു സംഭവങ്ങളും അവിടെ വർക്കൗട്ട് ആവില്ല. അവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫെയിലിയർ എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടൊരു ബ്രേക്ക് ഡൗൺ ആണ്. അത് ആ ഫെയിലിയറിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ പ്രൊഫഷണൽ ആണ്, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ആകാം, പ്രൊഫഷണൽ ആകാം, സ്പോർട്സ് ആകാം, ഒരു സ്പീച്ച് ആകാം, നമ്മളൊരു സൊസൈറ്റിയിലെ ഒരു എലക്ഷൻ ആകാം, ജനങ്ങളായിട്ട് ഇടപെടുന്ന എന്തെങ്കിലും ഒരു വിഷയമാകും. എന്തിനും നമുക്ക് തോൽവികൾ ഉണ്ടാകാം. തോൽവികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ സംഭവം ഞാൻ പറഞ്ഞില്ല, എല്ലാ മനുഷ്യനും ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ഡൗൺ ആയിരിക്കും. ഹി വിൽ ബി ഡിപ്രസ്ഡ്, എന്താ പറയുക, ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല, പക്ഷെ സങ്കടമായിരിക്കും, നിരാശയായിരിക്കും, അമർഷമായിരിക്കും, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ആ സമയത്ത് പോയിട്ട് നമ്മൾ കയറി ഉപദേശിക്കാൻ നിൽക്കരുത്. അവിടെ മെയിൻ ആയിട്ട് വേണ്ടത് വി ഹാവ് ടു ഗീവ്, അവർക്ക് അത് റിയലൈസ് ചെയ്യണം. ഇറ്റ് ഹാപ്പൻ ടു മീ, എനിക്ക് സംഭവിച്ചു, എനിക്ക് തോറ്റു എന്നുള്ള ഒരു റിയലൈസ് ചെയ്യാനുള്ള, ആ വ്യക്തിക്കും അവരോട് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾക്ക് റിയലൈസ് ചെയ്യാനുള്ള ഒരു ടൈം സ്പേസ് നമ്മൾ കൊടുക്കണം. കാര്യം നമ്മൾ എപ്പോഴും പറയും, ഇമോഷണൽ ആയിട്ടുള്ള നിൽക്കുന്ന സമയത്തുള്ള ഡിസിഷൻസ് എല്ലാം തെറ്റായിരിക്കും. ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് പൊതുവെ തെറ്റായിരിക്കും. അല്ലെങ്കിൽ വളരെ ക്രൈസിസ് മൊമെന്റുകളിൽ, ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇന്ത്യൻ ആർമിയിലൊക്കെ ആൾക്കാരാണെങ്കിൽ ഓക്കെ, അവര് പക്ഷെ അവർ അപ്പോൾ ഇമോഷണൽലെസ് ആണ് പൊതുവെ. അവർ ക്രൈസിസ് മാനേജ്മെന്റ് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ബേസിക്കലി അവർ ഇമോഷണൽലെസ് ആണ്. അവർ ആ സമയത്ത് അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ക്രൈസിസ് മൊമെന്റിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ റിയലൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മളൊരു ഫെയിൽഡ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു വ്യക്തിയെ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഈ മോളുടെ കേസിലും അതിനെ 2-3 ദിവസം അവൾക്ക് റിയലൈസ് ചെയ്ത് വരാനും ആ ഒരു അക്സെപ്റ്റ് ചെയ്യാനും ആ ഇമോഷൻ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തു. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം, എസ്പെഷ്യലി കുട്ടികളാവുമ്പോഴൊക്കെ, ഈ കുട്ടികൾ അല്ലെങ്കിൽ പോലും ഞാൻ ആ പറഞ്ഞൊരു വാക്ക്, എന്തൊക്കെ തന്നെയാണേലും ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യും, നീ അതിനെക്കുറിച്ച് പറയണ, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. ആ ഒരു 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 ആ ഒരു മോട്ടിവേഷൻ അതൊരു അഷ്വറൻസ് ആണ്, റീഅഷ്വറൻസ് ആണ്. കാര്യം എന്തെല്ലാം സംഭവിച്ചാലും നീ പറയണ, നമ്മൾ ഹാൻഡിൽ ചെയ്യാം, ഈ ഒരു ഫെയിലിയറിന്റെ പുറത്ത് നിന്നെ ഒറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്തില്ല എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുമ്പോൾ ആൾക്കത് റിക്കവർ ചെയ്ത് വരാനുള്ള സാധ്യതകളും സമയവും കൂടുതൽ കിട്ടും. സമയമല്ല, സാഹചര്യങ്ങൾ കൂടുതൽ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസ്. ഒരു ഫെയിലിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ ഒരു ഇമോഷണൽ ഫേസ് കഴിഞ്ഞു, ആൾ അതിനെക്കുറിച്ച് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു അനലൈസ് വൈ ഐ ഫെയിൽ. എന്തുകൊണ്ട് ഞാൻ തോറ്റു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള അനലൈസേഷൻ വേണം. അത് ഏത് മേഖലയാണെങ്കിലും, ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ എന്താണ് ഞാൻ അവിടെ സംഭവിച്ചത്, ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റായിട്ടല്ലേ ഞാൻ ചെയ്തത്, ഞാൻ ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് പോയോ, ഇല്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് പഠിക്കാതെയാണോ ഇറങ്ങിയത്, ഇല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള മാർക്കറ്റിംഗ് ഞാൻ ചെയ്തില്ലേ, ഇല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പറ്റീറ്റേഴ്സ് വന്നോ, ഇല്ലെങ്കിൽ ഗ്ലോബൽ പോളിസീസിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായോ, ഇല്ലെങ്കിൽ നാഷണൽ പോളിസീസ് എന്തെങ്കിലും വിഷയങ്ങൾ, അങ്ങനെ നമ്മളുടേതായതും നമ്മളുടേതല്ലാത്തതുമായിട്ടുള്ള എന്ത് പ്രോബ്ലംസ് ഉണ്ടോ അതിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു ലെവലാണ് നെക്സ്റ്റ് സ്റ്റേജ്. അത് വളരെ മെച്യൂർഡ് ആയിട്ട് അനലൈസ് ചെയ്യണം. എന്താ പറയാ, നിഷ്പക്ഷമായിട്ട് അനലൈസ് ചെയ്യണം. നമ്മളുടേതായിട്ടുള്ള ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും, ക്വസ്റ്റ്യൻ പേപ്പർ മോശമായതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് നടക്കില്ല. അവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ള അനലൈസ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കണം. അത് കുട്ടികളുടെ അടുത്താണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവരെ കൊണ്ട് അത് അനലൈസ് ചെയ്യിപ്പിക്കണം. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് ഓൾട്ടർനേറ്റീവ്സ്. എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഓക്കെ ഇതാണ് സംഭവിച്ചത്, ഇതൊക്കെയാണ് ഞാൻ തോൽക്കാനുള്ള കാരണം എന്ന് മനസ്സിലായി, ഇതിൽ നിന്നും മറികടന്ന് വരണല്ലോ. ഇനി വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ലൈഫിൽ. അങ്ങനെ നമുക്ക് എപ്പോഴും തോൽവികൾ മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എളുപ്പമല്ല, മുന്നോട്ട് പോകണം. അപ്പൊ തീർച്ചയായും എന്ത് ഓപ്ഷൻസ് ആണുള്ളത്, എന്റെ മുന്നിൽ എന്തെല്ലാം സാധ്യതകളാണ് ഉള്ളത്, എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ആണുള്ളത് എന്ന് മറികടക്കാനായിട്ട് എന്നുള്ളത് നോക്കാം. അതിപ്പോ ഏത് മേഖലയാണെങ്കിലും, ഇപ്പൊ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആണ് എന്റെ പ്രശ്നമെങ്കിൽ
അതിനുള്ള ട്രെയിനിങ്സ് നമുക്ക് ഇപ്പോൾ JCI പോലത്തെ ഓർഗനൈസേഷനിൽ കിട്ടുന്നുണ്ട്. പല ഓർഗനൈസേഷനിലും ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആ, വീണ്ടും വീണ്ടും ഇതുപോലത്തുള്ള അവസരങ്ങൾ തേടി പ്രസംഗിക്കാൻ നോക്കുക. ഒരു പ്രസംഗമാണ് പ്രശ്നങ്ങൾ. ഇംഗ്ലീഷ് ആണെങ്കിൽ പലർക്കും ഇംഗ്ലീഷ് പ്രസന്റ് ചെയ്യാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ട്. അപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കുക. ഇംഗ്ലീഷ് ചിന്തിക്കുക. ഞാൻ പലപ്പോഴും എന്റെ ഇംഗ്ലീഷിനെ കുറിച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാറുള്ള കാര്യം, ഇംഗ്ലീഷ് നിങ്ങൾ ചിന്തിക്കും. കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഭാഷയിലാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മലയാളത്തിലാണ്, മലയാളികളെല്ലാം തന്നെ. പക്ഷെ ഇംഗ്ലീഷ് നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഒരു കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ടാൽ നാച്ചുറലി കുറെ ഭാഷ, കുറെ ലാംഗ്വേജ് നമുക്ക് സ്കില്ല് വരും. അപ്പൊ അങ്ങനെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാം. ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യാം. വൺസ് ആ ഓൾട്ടർനേറ്റീവ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ചിലപ്പോൾ ഒന്നായിരിക്കും, രണ്ടായിരിക്കും, എത്ര ആണെങ്കിലും അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. കാര്യം ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ആക്ഷനിലേക്ക് കൊണ്ടുവരേണ്ട സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ നാലാമത്തെ സംഭവമായിട്ടുള്ള മോട്ടിവേഷൻ. പൊതുവെ നമ്മൾ ചെയ്യുന്ന കാര്യമായിട്ട് ഒന്നില്ലെങ്കിൽ കുറ്റപ്പെടുത്തും, ഇല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യും. ഇത് രണ്ടും കൊണ്ടും റിസൾട്ട് ഉണ്ടാക്കില്ല. ഈ പറയുന്ന ആദ്യത്തെ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വേണം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. കാര്യം ഒരു ആക്ഷനിലേക്ക് എത്തിയാലല്ലേ, പിന്നെയാണല്ലോ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുത്താലാണല്ലോ പിന്നെ ബാക്കിയുള്ള ആക്ഷൻസ് അല്ല സംഭവങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ആ ഒരു മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ്. കാര്യം ഇതെല്ലാം ചെയ്തിട്ട് ആക്ഷൻ ചെയ്യുന്ന സമയത്താണ് പറയുന്നത് നീ വരീഡ് ആവണം, ഇത് ചെയ്യാൻ പറ്റും, ഇത് എന്നെ കൊണ്ട് പറ്റും, നമ്മളിതെല്ലാം സാധിച്ചിട്ടുള്ളതാണ്. ആ രീതിയിലുള്ള മോട്ടിവേഷൻ പാർട്ട് എല്ലാം വരുന്നത്. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ പോലെ തോൽവി ഈ ജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നുള്ള ആ ഡയലോഗിന്റെ ഒക്കെ റെലവൻസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ 4ാം ഘട്ടത്തിലാണ്. കാര്യം അവനെ അവിടെ നിന്നാണ് മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളെ മുന്നിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ ഞാനായിട്ട് എന്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ജീവിതത്തിലുണ്ടായ അനുഭവത്തിൽ നിന്ന് ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഫോർമുലയാണ് ഈ ദിസ് റാം ഫോർമുല. കോപ്പിറൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, എന്നാലും ഞാൻ പറയണം. എന്റെ മനസ്സിൽ വന്നൊരു ആശയത്തെ ഞാൻ ഈ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് കോൾഡ് റാം ഫോർമുല. R ഫോർ റിയലൈസ്, റിയലൈസേഷൻ ഫേസ്. 2 അനലൈസ്, അനലൈസ് ചെയ്യുക പ്രോബ്ലത്തിന്. 3 ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുക. 4 മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ എന്റെ സെഷനിലെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകണം. 10 മിനിറ്റ് ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, റൈറ്റ്. നമ്മൾ ഈ പറഞ്ഞു ഈ ഒരു റാം ഫോർമുലയെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് ആ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തും നമ്മളെ പൊതുവെ ഒരു പുതിയ ജനറേഷന്റെ വേറൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ എന്തും ഈസി ആയിട്ട് എടുക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ്. പല ഫെയിലിയേഴ്സിനും കാരണങ്ങളിൽ ഒന്ന് ദേ ആർ ടു കാഷ്വൽ. ലൈഫിനെ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു വാട്ട് എവർ സിൻഡ്രോം കുട്ടികൾക്കുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവർ മിടുക്കരാണ്, നമ്മളെക്കാട്ടിലും മിടുക്കരാണ്. അവരതിന് ഭയങ്കരമായുള്ള ഇന്റലിജന്റ് ആണ്. ഒത്തിരി ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട്. പക്ഷെ അവരുടെ ലൈഫിൽ വിഷൻ, ചില കുട്ടികൾക്ക് ഭയങ്കര വിഷൻ ഉണ്ട്, ചില കുട്ടികൾക്ക് വിഷനേ ഇല്ല. അത് വേറെ വിഷയം. ജീവിതത്തിൽ എന്താ ആവണമെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു 50-60% കുട്ടികളുണ്ടെങ്കിൽ വ്യക്തമായ ദിശാബോധത്തോടെ പോകുന്ന ഒത്തിരി കുട്ടികളും നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ലൈഫിനെ വളരെ ഈസി ആയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. എത്ര വിഷൻ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ എടുക്കാൻ സമയത്ത്, ചില എഫേർട്ട് എടുക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അവർ മടിക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ പലപ്പോഴും അവരോട് ഞാൻ പറയാറുള്ള 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. സ്ക്രീനിന്റെ ഏറ്റവും ലെഫ്റ്റ് എൻഡില് നിൽക്കുന്ന സർദാർജി, നമ്മളുടെ അദ്ദേഹത്തിന്റെ പേര് മിൽഖാ സിംഗ്, അദ്ദേഹത്തിന് വേറൊരു വാക്കിലാണ് അറിയപ്പെടുന്നത്. പറക്കും സിംഗ് അല്ലേ? പറക്കും സിംഗ് അല്ലേ? ആ അതെ, മിൽഖാ സിംഗ്, പറക്കും സിംഗ്. മിൽഖാ സിംഗ്. അതായത് ഇന്ത്യയുടെ എന്താ പറയാ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള ഒരു ഓട്ടക്കാരൻ. ഒരുപക്ഷെ നമുക്ക് ആദ്യത്തെ ഒളിമ്പിക് മെഡല് നേടി തരേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ്. മിൽഖാ സിംഗിന്റെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. 1960 ഒളിമ്പിക്സ് ആണ്. എവിടെയാണെന്നുള്ള ഞാൻ മറന്നുപോയി. 1960 ഒളിമ്പിക്സ് ഒക്കെയോ തോന്നുന്നു എനിക്ക്. ഓക്കെ, എനിവേസ് 1960 ഒളിമ്പിക്സിൽ നമ്മളെ ഏറ്റവും വലിയ മെഡൽ പ്രതീക്ഷയായിരുന്നു മിൽഖാ സിംഗിന്റെ 400 മീറ്റർ ഓട്ടം. അതില് ആക്ച്വലി 1958-ലും 1962-ലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും മിൽഖാ സിംഗ് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാച്ചുറലി ഭയങ്കരമല്ല 62-ല് അല്ല 58-ല് ഗോൾഡ് കിട്ടിയോണ്ട് തന്നെ 60-ല് ഭയങ്കരമല്ല പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ റൗണ്ടുകളിലെല്ലാം ഭംഗിയായിട്ട് ഓടി. അവസാനം ഫൈനൽ റൗണ്ടിൽ വന്ന സമയത്ത് നല്ല സ്റ്റാർട്ടായിരുന്നു. ആദ്യത്തെ 400 മീറ്ററിൽ, ആദ്യത്തെ 200 മീറ്ററിൽ മുന്നിൽ നിന്നത് മിൽഖാ സിംഗ് ആണ്. അപ്പൊ മിൽഖാ സിംഗ് അദ്ദേഹം പറയുന്നത്, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ വളരെ സ്പീഡിലാണ് ഓടിയിരുന്നത്, ഞാൻ സാധാരണ എടുക്കുന്നതിനേക്കാളും സ്പീഡിലാണ് ഓടിയത്. അപ്പൊ ഒരു 200 മീറ്റർ ഒക്കെ ആയപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു, എനിക്ക് ഈ ഒരു സ്പീഡ് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ബാക്കിലേക്ക് ആയി പോകുമോ, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ് എന്ന് നോക്കാൻ വേണ്ടി ഒരു സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ്. തിരിയാന്ന് വെച്ചാൽ ഫുള്ള് തിരിയല്ല, ഒന്ന് കണ്ണ് എന്റെ ഫോക്കസ് ആ ഓട്ടത്തിൽ നിന്ന് പോയി ബാക്കിയുള്ളവരിലേക്ക് നോക്കിയാൽ ആ മൈക്രോ സെക്കൻഡിലാണ് 3 പേര് എന്നെ കടന്നുപോയത്.
പിന്നെ അടുത്ത 200 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓട്ടമായിരുന്നു. ആ ഓടിയെങ്കിലും അദ്ദേഹം എനിക്ക് തോന്നുന്നു 0.001 കറക്റ്റ് ഫിഗർ ചെയ്യാൻ മറന്നു എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ മറന്നു ഇന്ന് രാവിലെ. ആ ഒരു ചെറിയ ഫിഗറിനാണ് 0.001 സെക്കൻഡിനോ മറ്റു വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് ഫോർത്ത് പൊസിഷനിലെത്തുകയും ഒളിമ്പിക് മെഡൽ തന്നെ നഷ്ടപ്പെട്ടു. ഒളിമ്പിക് ഗോൾഡ് പ്രതീക്ഷിച്ച ഒരു വ്യക്തിക്ക് ഒളിമ്പിക് മെഡൽ തന്നെ നഷ്ടപ്പെട്ടത് ആ ഒരു 0.01 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ്. അദ്ദേഹം അതിനുശേഷം ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ആ ഗ്രൗണ്ടിൽ ഞാൻ ആ ട്രാക്കിൽ ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞല്ലോ എന്നുള്ളത് എന്റെ ജീവിതത്തിൽ എന്നും ഞാൻ മരിക്കുന്നത് വരെയും, അദ്ദേഹം കോവിഡ് വന്ന 2020 മരിച്ചത്, അന്ന് വരെയും എന്റെ മനസ്സിൽ ഒരു കുറ്റബോധമായിട്ട് നിലനിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം അപ്രീസിയേഷൻസ് എനിക്ക് കിട്ടുമ്പോഴും ഇത് എനിക്ക് തോന്നുന്നു ഒരു മരിക്കുന്നതിന് 3-4 വർഷം മുമ്പുള്ള ഇന്റർവ്യൂ ആണ്. എന്തെല്ലാം ഞാൻ നേടി എന്ന് പറഞ്ഞാലും രാജ്യം എന്നെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാലും ആ ഒരു മെഡൽ ഞാൻ ആ ഗ്രൗണ്ടിൽ കളഞ്ഞല്ലോ എന്നുള്ളത് എന്റെ വിഷമം ജീവിതത്തിൽ ഒരിക്കലും പോകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ചെറിയ സ്പ്ലിറ്റ് സെക്കൻഡിലുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, ഒരു ജഡ്ജ്മെന്റൽ എററാണ് ശരിക്കും പറഞ്ഞാൽ. അത് മിസ്റ്റേക്ക് ഒന്നും കൂടി പറയാനില്ല, ഒരു ജഡ്ജ്മെന്റൽ എററാണ്. പക്ഷെ അത് എനിക്ക് വില കൊടുക്കേണ്ടി വന്നു. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിൽ ആദ്യത്തെ ഒളിമ്പിക് ഗോൾഡ് ഇന്ത്യക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ 2019 ജൂണോ ജൂലൈയോ ആണ് വേൾഡ് കപ്പ്. 2019 ഇംഗ്ലണ്ടിൽ നടന്ന വേൾഡ് കപ്പ്. ഇന്ത്യ ഷുവർ ഷോട്ടായിട്ട് വിന്നിങ് ടീം ആവാനുള്ള എല്ലാവിധ സാധ്യതയും, ഇന്ത്യ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നുള്ള ലെവലിലേക്ക് വന്ന, അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ഇന്ത്യ അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ഏറ്റവും ബെസ്റ്റ് 2 ടീം ആ വർഷത്തെ അവർ രണ്ടുപേരായിരുന്നു. അതിൽ സെമി ഫൈനൽ വരെ ഒറ്റ കളി പോലും തോക്കാതെ, അതോ ഒരു കളി മാത്രം, വളരെ മികച്ച ഫോമിൽ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ടീം സെമി ഫൈനലിൽ വെച്ചിട്ട് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇന്ത്യ തോറ്റു. വളരെ നിർഭാഗ്യപരമായിട്ടുള്ള, ജയിക്കുമെന്ന് ഉറപ്പുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മാച്ച് ഇന്ത്യ തോറ്റു. ആ തോൽവിയിൽ തന്നെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ തുടക്കമല്ല 5-6 വിക്കറ്റ് ഒരുമിച്ച് പെട്ടെന്ന് പോയെങ്കിലും MS ധോണിയും ജഡേജയും കൂടി വലിയൊരു പാർട്ണർഷിപ്പ് വന്ന് ജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഡേജ തോറ്റു, ജഡേജ ഔട്ടായി. അതിനുശേഷം പിന്നെ MS ധോണി എന്നുള്ള ഒറ്റ വ്യക്തിയിലായിരുന്നു ഫുള്ള് റെസ്പോൺസിബിലിറ്റി, പ്രതീക്ഷയും. അദ്ദേഹം ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു റൺഔട്ടാണ് ആ കളിയെ തിരിച്ചത്. രണ്ടാമത്തെ റൺ ഓടുന്നതിനിടയിൽ ബൗണ്ടറി ലൈനിൽ നിന്ന് ന്യൂസിലൻഡിന്റെ മാർട്ടിൻ ഗപ്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ത്രോയില് MS ധോണി ഔട്ടാക്കി. MS ധോണി ആ റൺ ഔട്ട് ആയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2 മില്ലിമീറ്ററോ മറ്റേ ഗ്യാപ്പിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഔട്ടാവാനുള്ള കാരണം. ക്രീസ് എത്തുന്നതിന് 2 മില്ലിമീറ്ററോ 3 മില്ലിമീറ്ററോ സ്പേസിലാണ് അദ്ദേഹം ഔട്ടായത്. അപ്പൊ അതുവരെയും 2019 കാലം എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തെ ഏറ്റവും സ്പീഡില്, വിക്കറ്റിനിടയിലൂടെ ഏറ്റവും സ്പീഡിൽ ഓടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് MS ധോണി അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിൽ മുഴുവൻ അങ്ങനെയായിരുന്നു. ഈവൻ അത് കഴിഞ്ഞിട്ട് IPL പോലും കളിക്കുമ്പോൾ ഈ 2-3 വർഷം മാറ്റി വെച്ചാൽ അദ്ദേഹത്തിന്റെ വിക്കറ്റിനിടയിലുള്ള ഓട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വേൾഡ് ഫേമസ്. മാരകമായ സ്പീഡിൽ ഓടും. അദ്ദേഹത്തിന് റൺഔട്ട് ആക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, പക്ഷെ എനിക്ക് ഇപ്പോഴും വിഷമം, അവിടെ മാർട്ടിൻ കപ്പിൽ എറിയാനായിട്ട് നിൽക്കുന്നത് എനിക്ക് കാണുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഒന്ന് ഡൈവ് ചെയ്ത് ഞാൻ ബാറ്റ് എത്തിച്ചുകൊണ്ട് ഞാൻ എത്തിക്കാൻ ശ്രമിച്ചത്. ഇപ്പം അദ്ദേഹം ബാറ്റ് എത്തിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഡൈവ് ചെയ്ത് വിക്കറ്റിന്റെ ഉള്ളിലേക്ക് ഞാൻ എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന്, ഞാൻ അവിടെ റൺഔട്ട് ആവില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അപ്പൊ ചാടാഞ്ഞെന്ന് എനിക്കിപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ എനിക്ക് എന്നോട് തന്നെ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഞാൻ അന്ന് ചാടിയില്ല എന്നുള്ളത് എന്ന് അദ്ദേഹം അതിനുശേഷം വളരെ അപൂർവം അദ്ദേഹം ഇന്റർവ്യൂസ് കൊടുക്കാറുള്ളൂ. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എനിക്ക് ജീവിതത്തിൽ എനിക്ക് എന്നോട് തന്നെ ആരൊക്കെ ക്ഷമിച്ചാലും എന്റെ എന്തെല്ലാം അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് മറക്കാനും പൊറുക്കാനും എന്നോട് തന്നെ പൊറുക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. ഞാൻ ജീവിതത്തിൽ കരയാറില്ല അധികം, പക്ഷെ അന്ന് കരഞ്ഞ പോലെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കരഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ എന്റെ എല്ലാ കുട്ടികളോടും ഈ ഒരു ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് വരുന്ന സമയത്തും, അല്ലാണ്ട് എന്റെ മകളുടെ അടുത്താണെങ്കിലും ഇല്ലെങ്കിൽ എന്റെ മുന്നിൽ ഇരുന്ന ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പേഷ്യൻസിനോടൊക്കെ തന്നെ ഞാൻ പറയുന്ന കാര്യമാണ്, ജീവിതത്തിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും നെവർ എവർ ബി കോംപ്ലസന്റ്. ഈസി ആയിട്ട് ഒന്നിനെ എടുക്കരുത്. ഈസി ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അപ്പോഴും പലപ്പോഴും ഫെയിലിയറിനെ നമ്മൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. ഓൾവേസ് എന്താ പറയാ, ലൈഫിനെ സിൻസിയർ ആയിട്ട് കാണാം. എപ്പോഴും സീരിയസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും സീരിയസ് ആയിട്ട് വന്നാൽ നമ്മൾ ഭയങ്കര ബോറനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. പക്ഷെ ചെയ്യുന്ന കാര്യത്തെ ആത്മാർത്ഥത്തോടുകൂടി 100% കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക. അത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ, ആ ഒരു സിൻസിയറിറ്റി മുഴുവനായിട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് റിസൾട്ട് ഉണ്ടാക്കുന്നു. നമ്മൾ കോംപ്ലസന്റ് ആയി കഴിഞ്ഞാൽ എത്ര വലിയ ലോകത്തെ ഏറ്റവും മികച്ച വ്യക്തികൾക്ക് പറ്റിയ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, സ്വയം പൊറുക്കാൻ പറ്റാത്ത മിസ്റ്റേക്കുകളാണ് ഞാൻ ഈ 2 പറഞ്ഞത്. അവർ ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളാണ്, ഒരു സംശയമില്ല. പക്ഷെ അവർക്ക് പോലും ജീവിതത്തിൽ ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള നിരാശ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്. അപ്പൊ ഓൾവേസ് ബി സിൻസിയർ ടു വട്ട് എവർ അറ്റംപ്റ്റ് യു ഡു. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ റാം ഫോർമലി നെവർ ബി കോംപ്ലസന്റ് എന്നുള്ള 2 ആശയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.
എനിക്ക് ഈ ഒരു അവസരം തന്ന ഡിവിഷൻ CIGI എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി എന്തെങ്കിലും പോയിന്റ്സ്, ഡൗട്ടുകളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 3-4 മിനിറ്റ്സ് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഇനി ഇത് കഴിഞ്ഞിട്ടാണേലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് നമ്പർ. ഡെഫിനറ്റ്ലി എന്നെ വിളിക്കാം. ഞാൻ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഈ ഒരു അവസരം തന്നതിൽ ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. നമ്മുടെ ഡിവിഷന്റെ ഡിസ്കഷനും എല്ലാം നമ്മുടെ ഗ്രൂപ്പിലാണ് വരുന്നത്. ആ ഓക്കെ, പ്രിയപ്പെട്ടവരെ, 272ാമത്തെ ഡിവിഷൻ പ്രോഗ്രാം ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ഗസ്റ്റായി വന്നിട്ടുള്ള ശ്രീ ഡോക്ടർ ഹരീഷ് കുമാർ സർ ഹൗ ടു ഫെയിൽ സക്സസ്ഫുള്ളി എന്ന വിഷയത്തിൽ വളരെ വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫെയിലിയറിന്റെ കേസിൽ കേട്ടിട്ടുണ്ടെങ്കിലും റാം എന്ന ഒരു പുതിയ ഫോർമുല ഇന്ന് പഠിച്ചു. റാം, റിയലൈസ്, അനലൈസ്, ഓൾട്ടർനേറ്റീവ് ആൻഡ് മോട്ടിവേറ്റ്. നമ്മളിൽ പലരും ഫസ്റ്റ് ഡേ കുട്ടികളെ ആയാലും വലിയവരായാലും മോട്ടിവേറ്റ് ചെയ്യാൻ മിടുക്കരാണ്. പക്ഷെ അതിന്റെ മുന്നിൽ 3 സ്റ്റെപ്പ് കൂടി സാർ നമുക്ക് വളരെ വൃത്തിയായി ക്ലീൻ ആയിട്ട് പഠിപ്പിച്ചു തന്നു. താങ്ക് യു സോ മച്ച് സാർ. ഈ ഒരു ഫോർമുല ഞങ്ങളിനി ഞങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ സ്വന്തം ജീവിതത്തിൽ നിന്ന് മകളുടെ ലൈഫിലുണ്ടായ ആ ഒരു ഫെയിലിയർ എങ്ങനെ സക്സസ് ആക്കി എന്നതും, അത് കഴിഞ്ഞ് നമ്മുടെ വേൾഡ് കപ്പിലേക്കും ഒളിമ്പിക്സിലേക്കും സാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. ഇത്തരം അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ഈ ഒരു ഫെയിലിയറിനെ ജീവിതത്തിന്റെ സക്സസ് ആക്കാം എന്ന ഡിവിഷൻ പ്രോഗ്രാമിനെ സമ്മാനിച്ച സാറിന് ഡിവിഷന്റെയും സിജിയുടെയും 1000 നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാം, കൂടെയുള്ള സലീം സാർ, ഞങ്ങളുടെ ഈ ടീം ഇൻചാർജിലുള്ള ബാക്കി മുഴുവൻ പേർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇനി പുതിയൊരു വിഷയവുമായി വീണ്ടും വരുന്നത് വരെ ഞങ്ങളെ ഏറെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് പ്രചോദനം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും 1000 നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹസ്ന, ആൻഡ് താങ്ക് യു എൻ്റെ ടീം ഓഫ് CG. താങ്ക് യു. താങ്ക് യു സർ.